ഇന്ത്യയിലെ ഒഡീഷ സംസ്ഥാനത്തെ ബലേശ്വർ രൂപതയുടെ ഇടയനായിട്ടുള്ള അഭിമന്യ വർഗീസ് തോട്ടങ്ങര പിതാവാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. പിതാവ് ഇപ്പോൾ ഇവിടെ റോമിലെ മേരി മേജർ ബസിലിക്കയിലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ പിതാവിനുണ്ടായ ഒരു അനുഭവം, ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് ചോദിച്ചറിയാം. പിതാവെ, സ്വാഗതം. പ്രത്യേകിച്ച് അങ്ങേക്ക് ഈ മേരി മേജർ ബസിലിക്കയിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടത്തിലെത്തി പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു അവസരം ലഭിച്ചു. ആ ഒരു സമയത്ത് പിതാവിൻ്റെ മനസ്സിൽ ഉണ്ടായ ചിന്തകൾ എന്തൊക്കെയാണ്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരമാചാര്യ കാലത്തെ അങ്ങ് എങ്ങനെ ഓർമ്മിക്കുന്നു? രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. ഒന്ന്, വിശുദ്ധ കവാടത്തിൽ കൂടെ പ്രവേശിച്ച് ഈ വലിയ ബസിലിക്കയിലെ, റോമിലെ വലിയ ബസിലിക്കയിലെ വിശുദ്ധ കവാടത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് സാധിച്ചതിൽ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് പാപ്പായുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അനുഗ്രഹം ലഭിച്ചു. ഞാൻ വളരെയധികം ഫ്രാൻസിസ് പാപ്പായെ ബഹുമാനിക്കുക, ആദരിക്കുക, അതോടൊപ്പം തന്നെ വളരെ സ്നേഹബന്ധം പുലർത്തുകയും ചെയ്യുന്നതാണ്. ചുരുങ്ങിയത് 6 പ്രാവശ്യമെങ്കിലും ഞാൻ പാപ്പയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പാപ്പ 2013 പാപ്പ ആയതിനു ശേഷം നടത്തിയ ആദ്യത്തെ കുറേ മെത്രാന്മാരുടെ നോമിനേഷൻസിൽ ഒന്നായിരുന്നു എൻ്റേത്. 2013 ജൂൺ മാസത്തിലായിരുന്നു എന്നെ നിയമിച്ചത്. ഇവിടെ റോമിൽ വെച്ച് തന്നെയാണ് ഞാൻ എൻ്റെ മെത്രാൻ പട്ടം സ്വീകരിച്ചത്. അതിനുശേഷം പിറ്റേ ദിവസം മാർപ്പാപ്പയുടെ ഒപ്പം ദിവ്യബലി അർപ്പിക്കാൻ സാധിച്ചു. ഞാനും മാർപ്പാപ്പയും മറ്റൊരു ബിഷപ്പും ഞങ്ങൾ 3 പേരുടെ തൊട്ടടുത്ത് നിന്ന് മാർപ്പാപ്പയുടെ ഒപ്പം ദിവ്യബലി അർപ്പിച്ചു. അന്ന് മാർപ്പാപ്പയോട് ഞാൻ പറഞ്ഞു, അങ്ങ് എന്നെ എത്യോപ്യയിലെ ഒരു ഇടയനായിട്ട് നിയമിച്ചിരിക്കുകയാണല്ലോ, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, എന്നെ ആശീർവദിച്ച് വിടുക എന്ന് പറഞ്ഞു. മാർപ്പാപ്പ എന്നെ സന്തോഷത്തോടെ എന്നെ ആശീർവദിച്ചു. ചെന്ന് അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും എൻ്റെ പ്രത്യേകമായ പൈതൃകമായ എൻ്റെ ആശീർവാദം അവർക്ക് നൽകണമെന്ന് പ്രത്യേകം എന്നോട് ആവശ്യപ്പെട്ടു. അത്രയും വ്യക്തിപരമായിട്ടൊരു ബന്ധത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും ഏതാനും മാസങ്ങൾക്ക് ശേഷം 2014 ഞങ്ങൾ എത്യോപ്യയിലെ മെത്രാന്മാരെല്ലാം കൂടി അതിലിമിനെ വിസിറ്റിന് വന്നു. അപ്പോഴും മാർപ്പാപ്പയെ നേരിട്ട് കണ്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കാനെല്ലാം കഴിഞ്ഞു. അപ്പോഴും വളരെ വ്യക്തിപരമായിട്ട് അടുത്ത വ്യക്തിബന്ധത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിക്കും. നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും എല്ലാം ചെയ്തൊരു മാർപ്പാപ്പയാണ്. അതിനുശേഷം വീണ്ടും എനിക്കൊരു 2-3 പ്രാവശ്യം ഇവിടെയുള്ള മീറ്റിങ്ങുകൾക്ക് വരുമ്പോഴും എല്ലാം കാണുവാനും സംസാരിക്കേണ്ട വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം അദ്ദേഹത്തോട് അടുത്ത് പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മാർപ്പാപ്പ മരിച്ചപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖവും സങ്കടമാണ് തോന്നിയതെങ്കിലും ഇപ്പോൾ അദ്ദേഹം സ്വർഗത്തിലിരുന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊരു അനുഭവമാണ്. ഇപ്പോൾ കബറിടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാർപ്പാപ്പയോടും എൻ്റെ രൂപതയെ സമർപ്പിച്ചിട്ട്, എൻ്റെ രൂപതയെ അങ്ങാണല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഈ രൂപതയിലുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള എല്ലാ ശക്തിയും അനുഗ്രഹം നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും എൻ്റെ രൂപത, ബാലേശ്വര രൂപതയിലുള്ള എൻ്റെ എല്ലാ വൈദികർക്കും എൻ്റെ സിസ്റ്റേഴ്സിനെയും അതോടൊപ്പം തന്നെ അൽമായരെ എല്ലാവരും സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അവർക്ക് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ തീർച്ചയായിട്ടും മാധ്യസ്ഥം വഹിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസമാണുള്ളത്. അതുകൊണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നു.